സംസ്ഥാന സർക്കാരിന്റെ സ്വകാര്യ സർവകലാശാല നയത്തിന് CPM പാർട്ടി കോൺഗ്രസിന്റെയും പച്ചക്കൊടി സംവരണ തത്വങ്ങൾ ഉൾപ്പെടെ പാലിക്കപ്പെടുമെന്ന് മറുപടി പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. ശ്രീജിത്ത് മധുരയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, അങ്ങനെ ഈ സ്വകാര്യ സർവകലാശാല നയത്തിന് പാർട്ടി കോൺഗ്രസ് കൂടി പച്ചക്കൊടി കാട്ടുന്നതോടുകൂടി ഇനിയിപ്പോൾ മറ്റ് ആലോചനകളില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാം. എന്തൊക്കെ കാര്യങ്ങൾ അനുബന്ധമായി പ്രകാശ് കാരാട്ട് സൂചിപ്പിച്ചു? പ്രജിൻ, CPIMന്റെ അടുത്ത 3 വർഷക്കാലത്തെ രാഷ്ട്രീയ അടവ് നയത്തിന് അംഗീകാരം നൽകുന്ന നടപടിയാണ് പാർട്ടി കോൺഗ്രസ് പൂർത്തീകരിച്ചത്. കരട് രാഷ്ട്രീയ പ്രമേയം സംബന്ധിച്ച ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ പ്രകാശ് കാരാട്ട് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യവും പരാമർശിച്ചു. കാരണം സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി നൽകിയത്. സ്വകാര്യ സർവകലാശാലകളുമായി മുന്നോട്ട് പോകാനുള്ള കേരള സർക്കാരിൻ്റെ നടപടിക്ക് പാർട്ടി കോൺഗ്രസ് അനുമതി നൽകി. ഈ കാര്യത്തിൽ അംഗീകാരം നൽകുന്നതായി പ്രകാശ് കാരാട്ട് അറിയിച്ചു. സംവരണ തത്വങ്ങൾ ഉൾപ്പെടെയുള്ള പാലിച്ചുകൊണ്ടാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത്. വിദേശത്തേക്ക് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. സ്വകാര്യ സർവകലാശാലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുള്ള സ്വാതന്ത്ര്യമടക്കം ഉണ്ടാകും. വിദ്യാർത്ഥി യൂണിയനുകളടക്കം ഉണ്ടാകുന്ന തരത്തിലാണ് കേരളത്തിൽ ഈ പദ്ധതി സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് സംവരണ തത്വങ്ങളടക്കം പാലിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ നിഷ്കർഷകളോടും വ്യവസ്ഥകളോടും കൂടിയാണ് സ്വകാര്യ സർവകലാശാലകൾ വരുന്നതെന്നാണ് പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസിൽ അറിയിച്ചിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള ചർച്ച കഴിഞ്ഞ് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു. നവ ഫാസിസ്റ്റ് പ്രവണതകളുള്ള സർക്കാരാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ നിർദ്ദേശം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികളൊക്കെ വന്നിരുന്നു. എന്തായാലും രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചതോടുകൂടി അടവ് നയം വന്നിരിക്കുന്നു. ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് മുതിർന്ന PB അംഗം BV രാഘവലുവാണ് പാർട്ടി കോൺഗ്രസിൽ സംസാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും വന്ന വാർത്ത കൂടി ഇപ്പോൾ ശ്രീത്ത് പങ്കുവച്ചു. അവിടെ സംഘടനാ റിപ്പോർട്ടിൻ്റെ അവതരണം തുടങ്ങിയിട്ടുണ്ട്. BV രാഘവലുമാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 8 അംഗങ്ങളാണ് ഈ സംഘടനാ റിപ്പോർട്ടിലും ചർച്ചയിലും പങ്കെടുക്കുന്നതെന്ന വാർത്തയൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. ആ സംഘടനാ റിപ്പോർട്ട് അവതരണത്തിന് ശേഷം.